പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 9 പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ആണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ കോർഡിനേറ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സ് ഈസ് എ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് ലൈക്ക് the grid lines on a map or graph paper that enables us to use numbers to describe the exact physical location of points or objects. പോയിൻറ്റ്സിൻ്റെയോ ഒബ്ജക്ട്സിൻ്റെയോ എക്സാക്ട് ഫിസിക്കൽ ലൊക്കേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഈ കോർഡിനേറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ ഹിസ്റ്ററിയാണ്. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ റീഡ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ദ 2D കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇൻ ദ ചാപ്റ്റർ ഓൺ ഇൻറ്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഡെസിമൽസ് ഇൻ ഏർലിയർ ഗ്രേഡ്സ് യു സ്റ്റഡീഡ് ദ നമ്പർ ലൈൻ വിച്ച് ഈസ് 1 ഡയമെൻഷനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇൻറ്റിജേഴ്സിലും റാഷണൽ നമ്പേഴ്സിലും ഡെസിമൽസിലുമൊക്കെ നമ്മൾ നമ്പർ ലൈൻ 1 ഡയമെൻഷനിലാണ് നമ്മൾ യൂസ് ചെയ്തത്. അതായത് നമ്മളിതാ ഇങ്ങനെ വരച്ചിട്ടാണ് നമ്പർ ലൈൻ. ഇത് 0, ഇങ്ങോട്ടുള്ളതെല്ലാം പോസിറ്റീവ് നമ്പർ, 0യുടെ റൈറ്റിലേക്കുള്ളതെല്ലാം പോസിറ്റീവ്, ലെഫ്റ്റിലേക്കുള്ളതെല്ലാം നെഗറ്റീവ് നമ്പേഴ്സ്. ഇങ്ങനെ 1 ഡയമെൻഷനിലാണ് നമ്മൾ യൂസ് ചെയ്തത്. ദ 2 ഡയമെൻഷനൽ കോർഡിനേറ്റ് സിസ്റ്റം യൂസസ് 2 ലൈൻസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. അതായത് നമ്മൾ 2 ഡയമെൻഷനൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 2 ലൈനുകളെ റൈറ്റ് ആംഗിൾസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 lines at right angles to each other to mark points in 2 dimensional space. അപ്പോൾ 2 dimensional സ്പേസിൽ പോയിൻറ്റ്സിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ലൈനുകളെ റൈറ്റ് ആംഗിളിൽ യൂസ് ചെയ്യുന്നു. അതായത് ഒരു ലൈൻ ഇങ്ങനെ റൈറ്റ് ആംഗിൾ വരണമെങ്കിൽ എങ്ങനെ വരണം? ദാ ഇങ്ങനെ വരണം. അപ്പോൾ 2 ലൈനുകളെ ഇങ്ങനെ നമ്മൾ റൈറ്റ് ആംഗിളിൽ യൂസ് ചെയ്യും. അതിനെ ഷോർട്ട് ഫോമിൽ നമ്മൾ 2D സ്പേസ് എന്നാണ് വിളിക്കുന്നത്. ഫോർ കൺവീനിയൻസ് വി കൺസിഡർ വൺ ഓഫ് ദി ലൈൻസ് ടു ബി ഹൊറിസോണ്ടൽ. അപ്പോൾ ഒരു ലൈൻ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് എടുക്കും. ഇറ്റ് ഈസ് കോൾഡ് ദി എക്സ് ആക്സിസ്. ഇതിനെ നമ്മൾ എക്സ് ആക്സിസ് എന്ന് വിളിക്കും. ദി അതർ ലൈൻ ഈസ് വെർട്ടിക്കൽ. അതായത് ഇത് വെർട്ടിക്കലാണ്. ഇറ്റ് ഈസ് കോൾഡ് വൈ ആക്സിസ്. The points of intersection of the x-axis and y-axis is called the origin O. അതായത് ഇതിനെ x-ആക്സിസും y-ആക്സിസും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഒറിജിൻ O എന്ന് വിളിക്കും. ഇറ്റ്സ് കോർഡിനേറ്റ്സ് ആർ 0, 0. അതായത് ഈ ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് 0, 0 ആണ്. ഈ x-ആക്സിസും y-ആക്സിസും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് 0, 0 ആണ്. അപ്പോൾ ഈ കോർഡിനേറ്റ് ആക്സിസിൽ നമുക്ക് ഏത് പോയിൻറ്റുകളെയും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒറിജിനൽ, അതായത് ഈ പോയിൻ്റ് ഓയിൽ നിന്ന് നമ്മൾ 2 ആക്സിസിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പോയിൻറ്റുകൾ എങ്ങനെയായിരിക്കണം? ഈക്വൽ യൂണിറ്റ്സിലായിരിക്കണം. അതായത് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്ന പോയിൻറ്റുകളും വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്ന പോയിൻറ്റുകളും ഈക്വൽ യൂണിറ്റിലായിരിക്കണം. ഡിസ്റ്റൻസ് ടു ദി റൈറ്റ് ഓഫ് O ഓർ അപ്വേർഡ് ഫ്രം O ആർ കൺസിഡേർഡ് പോസിറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ഈ ഓയുടെ റൈറ്റിലേക്കും അപ്വേർഡിലേക്കുമുള്ളത് പോസിറ്റീവും ആൻഡ് ഡിസ്റ്റൻസ് ടു ദി ലെഫ്റ്റ് ഓഫ് O, അതായത് ഇങ്ങോട്ടും ഓർ ഡൗൺവേർഡ്സ് ഫ്രം O ആർ കൺസിഡേർഡ് ആസ് നെഗറ്റീവ്. ലെഫ്റ്റിലോട്ടും ഡൗൺവേർഡ്സിലോട്ടുള്ളത് നെഗറ്റീവുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമുക്കിവിടെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹൊറിസോണ്ടലായിട്ട് തന്നിട്ടുള്ള ഇത് എക്സ് ആക്സിസ് ആണ്. വെർട്ടിക്കലായിട്ട് തന്നിട്ടുള്ളത് വൈ ആക്സിസ് ആണ്. ഓയിൽ നിന്ന് ഒറിജിനലിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഇവിടെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നോക്കിയേ, ഓയുടെ റൈറ്റിലേക്കും അപ്വേർഡ്സിലേക്കുമുള്ളത് പോസിറ്റീവാണ്, ലെഫ്റ്റിലേക്കും ഡൗൺവേർഡ്സിലേക്കുമുള്ളത് നെഗറ്റീവുമാണ്. അപ്പോൾ നോക്കിയേ, ദ പോയിൻറ്റ് ബി ഈസ് ഓൺ ദി എക്സ് ആക്സിസ്. ഇതാണ് പോയിൻറ്റ് ബി. ഇതാണ് പോയിൻറ്റ് ബി. ബി ഈസ് ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് ഇതെത്രയാണ്? 4.5 യൂണിറ്റ്സ് ടു ദി റൈറ്റ് ഓഫ് O. ഇറ്റ്സ് കോർഡിനേറ്റ്സ് അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ
കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ എപ്പോഴും എക്സ് ആക്സിസിലതാണ് ഫസ്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ടാണ് വൈ ആക്സിസിൻ്റെത് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഇവിടെ എക്സ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് എക്സ് എന്തായിട്ട് എഴുതാം? 4.5 ആയിട്ട് എഴുതാം. വൈ എന്തായിരിക്കും? വൈ ഈസ് 0. അപ്പോൾ 4.5, 0 നമ്മുടെ കോർഡിനേറ്റ്. മനസ്സിലായല്ലോ? ഏത് ആക്സിസിലാണോ കിടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആക്സിസ് എപ്പോഴും 0 ആയിരിക്കും. ഇവിടെ പോയിൻ്റ് എവിടെയാണ്? എക്സ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് വൈ ആക്സിസ് ഈസ് 0. ഇനി നോക്കിയാൽ പോയിൻ്റ് ജി ഈസ് ഓൺ ദി വൈ ആക്സിസ്. ജി എന്തിയേ? ഇതാ ഇവിടെ ജി ഡൗൺവേർഡ്സിലോട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജി വൈ ആക്സിസിലാണ്. വൈ ആക്സിസിലായതുകൊണ്ട് എന്ത് 0 ആയിരിക്കും? എക്സ് 0 ആയിരിക്കും. അപ്പോൾ കോർഡിനേറ്റ് 0, ഇതെന്ത് വരും? -4.5 വരും. പോയിൻ്റ് എച്ച് ഈസ് ഓൾസോ ഓൺ ദി വൈ ആക്സിസ്. എച്ച് ഇവിടെയാണ്, അതും വൈ ആക്സിസിലാണ്. സോ എക്സ് ഈസ് 0. അപ്പോൾ 0, പോയിൻ്റ് ഈസ് 4. അപ്പോൾ 0, 4 എന്ന് വന്നു. ഇത് ഒയ്ക്ക് എബവ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് ഇറ്റ്സ് കോർഡിനേറ്റ്സ് ആർ 0, 4 എന്ന് വരും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? എച്ച് ഈസ് ഈക്വൽ ടു കോർഡിനേറ്റ് 0, 4 എന്ന് എഴുതും. ഇനി എടുത്തത് എ പോയിൻറ്റ് പി ഈസ് ഈക്വൽ ടു എക്സ്, 0 ലൈസ് ഓൺ ദി എക്സ് ആക്സിസ്. കാരണം എന്താ? എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്, വൈ 0 ആണ്. അപ്പോൾ പോയിൻ്റ് പി എവിടെയായിരിക്കും? എക്സ് ആക്സിസിലായിരിക്കും. ഇഫ് എക്സ് ഈസ് പോസിറ്റീവ് ദെൻ പി ലൈസ് ടു ദി റൈറ്റ് ഓഫ് 0. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ പി എവിടെയായിരിക്കും ലൈ ചെയ്യുന്നത്? റൈറ്റിലായിരിക്കും. ഇനി എക്സ് നെഗറ്റീവ് ആണെങ്കിൽ പി ലൈസ് ടു ദി ലെഫ്റ്റ് ഓഫ് 4. ഇനി അടുത്തത് എ പോയിൻ്റ് പി 0, വൈ. ഇങ്ങനെയാണ് നമ്മുടെ പോയിൻ്റ് തരുന്നതെങ്കിൽ ഏത് ആക്സിസിലായിരിക്കും? വൈ ആക്സിസിലായിരിക്കും. കാരണം എക്സ് 0 ആണ്. എക്സ് 0 ആണെങ്കിൽ നമ്മുടെ പോയിൻ്റ് ലൈ ചെയ്യുന്നത് എപ്പോഴും വൈ ആക്സിസിലായിരിക്കും. വൈ പോസിറ്റീവ് ആണെങ്കിൽ എവിടെയായിരിക്കും? പി ലൈസ് എബവ് ഒ. വൈ പോസിറ്റീവ് ആണെങ്കിൽ ഒയുടെ എബവിലായിരിക്കും. ഇഫ് വൈ ഈസ് നെഗറ്റീവ് പി ലൈസ് ബിലോ ഒ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എവിടെയായിരിക്കും? ഒയുടെ റൈറ്റിലായിരിക്കും. എക്സ് നെഗറ്റീവ് ആണെങ്കിലോ ഒയുടെ ലെഫ്റ്റിലായിരിക്കും. ഇനി നമ്മുടെ പോയിൻ്റ് വൈ ആക്സിസിലാണെങ്കിൽ 0, വൈ ആണെങ്കിൽ വൈ പോസിറ്റീവ് ആണെങ്കിൽ ഒയുടെ എബവ് ആയിരിക്കും. വൈ നെഗറ്റീവ് ആണെങ്കിൽ ഒയുടെ ബിലോയിലുമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഈക്വൽ സൈൻ നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഡ്രോപ്പ് ചെയ്തിട്ട് പി എക്സ്, വൈ എന്ന് നമുക്ക് കോർഡിനേറ്റ് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ പോയിന്റുകളെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ഈക്വൽ സൈൻ ഇടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് എഴുതുവാണെങ്കിൽ ബി ഈക്വൽ സൈൻ ഇടാതെ തന്നെ 4.5, 0 എന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ.